നമുക്കിന്ന് ഈവനിങ് സ്നാക്കായിട്ട് പക്കവട ഉണ്ടാക്കാം. അപ്പോൾ അത് 2 സവോളയാണ് ഞാൻ അരിഞ്ഞിരുന്നത്. അപ്പോൾ അതിലേക്ക് പിന്നെ ഇഞ്ചി, പച്ചമുളക്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വേപ്പിലയും കുറച്ച് മല്ലിയില. ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് കായം, 1 നുള്ള് കായം, 1 നുള്ള് ബേക്കിംഗ് സോഡ. എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1 കപ്പ് കടലമാവ് ഇട്ടു, 1.5 ടേബിൾ സ്പൂണ് പത്തിരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതും കൂടി ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം കുറേശ്ശെ വെച്ചാൽ മതി, കുറേ വെള്ളമാവും വേണ്ട. എന്നാൽ തീരെ ഇതായിട്ടല്ല, നമ്മൾ വേറിട്ട് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റണം. സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടാക്കാനും ഇങ്ങനെ ഒരു ചെറിയ ഉള്ള് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അതാണ് ഈ പക്കവട. ഇതിപ്പോൾ നമ്മൾ ചായക്കടയിലേക്ക് ഉണ്ടാക്കണ പക്കവടയുടെ കൂട്ടാണത്. നല്ല ടേസ്റ്റായി പക്കവടയാണ്. ഇതാണ് പാകം. അതിൻ്റെ നമുക്കിങ്ങനെ കോരി കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ പറ്റണം, ഓരോന്നുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈവനിങ്ങിലൊക്കെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ കടലമാവൊക്കെ കുറേശ്ശെ വീട്ടിലുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഞാനിങ്ങനെ കുറേശ്ശെയൊക്കെ അങ്ങനത്തെയൊക്കെ വാങ്ങി വയ്ക്കും. അപ്പോൾ സവോളയും ഒരു ചെറിയ ഈവനിങ് സ്നാക്ക് നല്ല ടേസ്റ്റിയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളവർ ഞങ്ങൾ ഇപ്പോൾ പാൽ ഉപയോഗിക്കുന്നില്ല, കട്ടനാണ്. കട്ടൻ ചായക്ക് ബെസ്റ്റാണ് ഇങ്ങനെയുള്ള എരിവുള്ള പലഹാരങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി നോക്കാം. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണവരായിരിക്കും. എന്തായാലും ഞാൻ എൻ്റെ ഒരു ഈവനിങ് സ്നാക്ക് കാണിക്കുന്നതാണ്. ഞാൻ അങ്ങനെ മാറി ഇങ്ങനെ ഓരോന്നാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിന് മുന്നും പക്കവട ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണിച്ചെന്ന് മാത്രം. ഇതിലൊന്നും പ്രത്യേകിച്ചില്ല. ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, 1 നുള്ള് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇട്ടുള്ളത്. അത് ഇട്ടില്ലെങ്കിൽ ഇത് അരിപ്പൊടി ഇടുമ്പോൾ ക്രിപ്സി ആവും ഇത്. എന്നാലും പിന്നെ ഇനി ഇപ്പം നല്ല വീർത്ത് വരണമെങ്കിൽ എങ്ങനെയൊക്കെ വീർത്ത് വരണമെങ്കിൽ 1 നുള്ള് ബേക്കിംഗ് സോഡ ഇടണം. നല്ല രസമായിട്ട് എന്നിട്ട് ഒരു 10 മിനിറ്റ് വെക്കും വേണം. അപ്പോൾ അത് നല്ല രസമായിട്ട് ഇങ്ങനെ വരും. ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ. ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. പക്കവടയ്ക്ക് ഷേപ്പില്ല. അപ്പോൾ നമ്മൾ കട്ടൻ ചായ കുടിക്കുമ്പോൾ അത് നല്ല രസമാണ്. ചായക്കൊരു ടേസ്റ്റ് വരും. ഞങ്ങളിവിടെ അപ്പൂന് പാല് അലർജിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പാല് വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളാരും പാല് ഉപയോഗിക്കും. ഞാനൊക്കെ പാല് കുടിച്ചിരുന്ന ആളാണ്. അപ്പോൾ ആരും കുടിക്കാണ്ടായി. പാൽ ചായ ആർക്കും ഇഷ്ടമില്ലാണ്ടായി ഇപ്പോൾ. അപ്പോൾ അതിലേക്ക് പറ്റിയതാണ് ഉള്ളിവട, അതുപോലെ ഇതൊക്കെ. ഇതിന് ഇത്തിരി മുളകൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആവും. അപ്പോൾ രണ്ടാമത്തെയായി വന്നിട്ടുണ്ട്. ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ. ഷേപ്പ് നന്നായി വീർത്ത് വരുന്നുണ്ട്. വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പെട്ടെന്നായി വരും. ഒരു 10 മിനിറ്റ് മുൻപ് ഈ മാവ് റെഡിയാക്കി വെച്ചാൽ ചായ തിളയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കടി റെഡിയാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പത്തിലുള്ള ഒരു സ്നാക്കാണ്.
എന്നാൽ നല്ല ടേസ്റ്റിയാണ് സാധനം. അപ്പോൾ നമ്മുടെ പക്കാവടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്